ഹായ് വെൽക്കം ടു എൻട്രി ആപ്പ്. SSC സീജൽ സൂപ്പർ സീരീസ് നമ്മൾ വരാനിരിക്കുന്ന SSC സീജലിന്റെ എക്സാമിന് വേണ്ടിയുള്ള ഒരു പ്രാക്ടീസ് സീരീസ് ആണ് കൊണ്ടുപോകുന്നത്. നമ്മൾ ഈ സെഷൻസിന്റെ അകത്ത് നമ്മുടെ SSC സീജലിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി കുറച്ച് ദിവസമായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ നമുക്ക് റീസണിങ്ങും മാത്സിന്റെ ഒക്കെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ മുമ്പത്തെ വർഷങ്ങളിൽ നടന്നിട്ടുള്ള SSC സീജലിന്റെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദാറ്റ് വരാനിരിക്കുന്ന SSC സീജലിന്റെ എക്സാംസിനെ വളരെ നല്ലപോലെ അപ്രോച്ച് ചെയ്യാനും അവിടെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിനെ എക്സാമിന് അപ്രോച്ച് ചെയ്യേണ്ടി എന്നുള്ളത് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയും അറ്റ് ദ സെയിം ടൈം ആ ക്വസ്റ്റ്യൻസിന്റെ കൺസെപ്റ്റ് കൂടി മനസ്സിലാക്കിയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്ന ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡിന്റെ പ്രീവിയസ് ഇയർ SSC സീജലിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഡയറക്റ്റ്ലി ആ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിവിസിബിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അതിൽ കുറച്ച് റിമൈൻഡർ തിയറത്തിന്റെ കൺസെപ്റ്റും കുറച്ച് വരുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഡിവിസിബിലിറ്റിയുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പവേഴ്സിന്റെ ഡിവിസിബിലിറ്റി, അല്ലെങ്കിൽ പവേഴ്സ് കൂടി വരുമ്പോൾ അതിന്റെ ഡിവിസിബിലിറ്റി എങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ളത് ഒരു കൺസെപ്റ്റ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമുക്കിവിടെ തന്നേക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ ഈസ് എ ഡിവൈസർ ഓഫ് 49⁻15 - 1. ഇപ്പോൾ 49⁻15 - 1 എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന, റിമൈൻഡർ ഒന്നും ഇല്ലാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടർ ഏതാണ് ഈ ഓപ്ഷനിൽ കൊടുത്തേക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കത് വളരെ പെട്ടെന്ന് എടുക്കാനുള്ള ഒരു മെത്തേഡ് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമുക്കിപ്പോൾ അവിടെ തന്നിരിക്കുന്ന ആ ഒരു പാറ്റേൺ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തെഴുതാം. നമുക്ക് അവിടെ തന്നേക്കുന്നത് 49⁻15 - 1 എന്നാണ് തന്നേക്കുന്നത്. ഇപ്പൊ എപ്പോഴെങ്കിലും നമുക്ക് ഇതേപോലത്തെ ഒരു നമ്പറുടെ മേളിൽ പവർ തന്നിട്ട് കൂടെ -1 ആണ് വരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ 1നും എന്തുണ്ടായിരിക്കണം, ആ 15 എന്ന് പറഞ്ഞ പവർ ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് 1ന്റെ മേളിൽ എന്ത് പവർ വന്നാലും എന്തേ വരത്തുള്ളൂ, 1 വരത്തുള്ളൂ. അതുകൊണ്ടാണ് ആ പവർ അവിടെ തരാത്തത്. അത് തന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ക്വസ്റ്റ്യൻ മനസ്സിലാവുകയും ചെയ്യും. സോ കുറച്ചൊന്ന് കൺഫ്യൂസ് ആക്കാൻ വേണ്ടി കൂടിയാണ് അത് അങ്ങനെ തരുന്നതെന്ന് പറയാം. ഇനി നമുക്ക് ഇങ്ങനത്തെ പാറ്റേൺസ് വരുമ്പോൾ, ഇപ്പൊ ഇങ്ങനത്തെ പാറ്റേൺസ് എന്ന് പറയുമ്പോൾ അതിന്റെ പുറമുള്ള ഒരു കൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് കൂടി ജസ്റ്റ് ഒന്ന് പറയാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇതേപോലത്തെ പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ ഒരു A⁻n -B⁻n എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തരുവാണെന്ന് വിചാരിച്ചുള്ളൂ. ആൻഡ് അതിൽ നമുക്ക് ആ തരുന്ന n എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ, നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്, 15 ആണ് കൊടുത്തേക്കുന്നത്. ഇവിടുത്തെ നമ്മുടെ n എന്ന് പറയുന്നത് 15 ആണ്, വിച്ച് ഇസ് എ ഓഡ് നമ്പർ. അങ്ങനെയാണെങ്കിൽ ഇതേപോലെ തരുന്ന ആ ഒരു ഫംഗ്ഷൻസിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് A-B ആയിരിക്കും ആ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ കണ്ടീഷൻ ഓർത്ത് വെച്ചേക്കണം. ഈ കണ്ടീഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഓൾജിബ്രയിൽ നിന്നാണ് ഈ കണ്ടീഷൻ വരുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ബിക്കോസ് നമ്മുടെ ഒരു എക്സാമ്പിളിന് വേണ്ടി A³ - B³, ഇപ്പം നമുക്ക് ഇവിടെ n എന്ന് പറയുമ്പോൾ നമുക്ക് അത് 3 എന്ന് എടുക്കാൻ വേണമെങ്കിൽ 3 എന്ന് പറയുന്ന ഒരു ഓഡ് നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ A³ - B³ ഫോർമുല നിങ്ങൾക്ക് അറിയായിരിക്കും. A³ - B³ എന്ന് പറയുമ്പോൾ എക്സാമ്പിളിന് വേണ്ടിയാണ് ക്യൂബ് എടുക്കുന്നത്. നമുക്ക് അവിടെ പവർ ഓഡ് നമ്പർ എന്ത് വേണമെങ്കിലും വരാം. അപ്പൊ A³ - B³ എന്ന് പറയുമ്പോൾ അതെന്ന് പറയുന്നത് A - B into A² + B² - AB ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിയർലി കാണാൻ പറ്റും A³ - B³ അല്ല, ക്യൂബ് എന്ന് പറയുന്ന ഒരു n എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ. അങ്ങനെയുള്ള ഓഡ് നമ്പേഴ്സിനെയൊക്കെ തന്നെ നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, A - B കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, അങ്ങനെയുള്ള ഫംഗ്ഷനെയൊക്കെ തന്നെ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കേസിൽ നമ്മുടെ ഈ ഒരു ഫാക്ടർ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടുത്തെ ഈ തന്നേക്കുന്ന ഫംഗ്ഷനിലെ ഫാക്ടർ അല്ലെങ്കിൽ ആ ഡിവൈസർ എന്ന് പറയുന്നത് A - B എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ 49 - 1 48 ആണ് ആ ഫാക്ടർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓപ്ഷനിൽ 48 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഓപ്ഷനിൽ വരുമ്പോഴത്തേക്കും 46 ഉണ്ട്, പക്ഷേ 50 ഉണ്ട്, അതുമല്ല 14 ഉണ്ട്, അതുമല്ല. അപ്പൊ നമുക്ക് ഓപ്ഷനിൽ തന്നെ 48 ഇല്ല. പക്ഷെ 48 ആണ് ഇതിന്റെ ഫാക്ടർ. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 48 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ആണെങ്കിൽ ഉറപ്പായിട്ടും അതിനെ എന്തുകൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം, 8 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ബിക്കോസ് 48 എന്ന് പറയുന്നത് തന്നെ എന്താണ്, 6 × 8 ആണ് 48 എന്ന് പറഞ്ഞത്. അപ്പോൾ 48 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറിനെ ഉറപ്പായിട്ടും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് നമ്മൾ അവിടുന്ന് മനസ്സിലാക്കണം. നമുക്കത് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് അത് തന്നെ തരണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ 48 ഇല്ല, പക്ഷെ നമുക്ക് അവിടെ എന്തുണ്ട്, 8 ഉണ്ട്. ആൻഡ് ഈ 46ഉം 14ഉം 50 ഒന്നും തന്നെ നമ്മുടെ 48ന്റെ ഫാക്ടേഴ്സും അല്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, 8 ആണ് നമ്മളുടെ ആൻസർ. അപ്പൊ അത്യാവശ്യം വളരെ ഇമ്പോർട്ടന്റും വളരെ ഫ്രീക്വന്റ് ആയിട്ട് തന്നെ നമ്മുടെ SSC സീജൽ പോലത്തെ എക്സാമിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. പലരും ഈ ക്വസ്റ്റൻ അറിയത്തില്ലെങ്കിൽ അവർക്ക് ആ ക്വസ്റ്റൻ ഭയങ്കര ഡിഫിക്കൽട്ടും ഒരുപാട് പേര് സ്കിപ്പ് ചെയ്ത് കളയുന്ന ഒരു ക്വസ്റ്റൻ ആണ്. പക്ഷെ എന്നാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചെറിയ 2-3 കണ്ടീഷൻസ് അറിഞ്ഞിരുന്നാൽ വളരെ ഈസി ആയിട്ട് തന്നെ മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. ഇൻഫാക്ട് ഒരുപാട് പേരും ചെയ്ത് നോക്കാതെ തന്നെ മാർക്ക് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് ഇത്. നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം. സോ അടുത്തൊരു സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റൻ ആണ്. നമുക്ക് തന്നിരിക്കുന്നത് 2500 when invested for 8 years at a given rate of simple interest per year amounted
to 3,725 on maturity. What was the rate of simple interest that was paid per annum? അപ്പൊ നമുക്ക് അവിടെ എമൗണ്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 3,725 ആണ്. നമുക്ക് അവിടെ പ്രിൻസിപ്പളും തന്നിട്ടുണ്ട്, 2,500 ആണ് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. ഇനി നമുക്കവിടെ ടൈമും ഗിവൺ ആണ്. നമുക്ക് തന്നിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 8 years ആണ്. നമുക്കവിടെ ചോദിക്കുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ആ ഒരു 6% എത്ര ആണ് എന്നുള്ളതാണ് നമുക്ക് അവിടെ ചോദിക്കുന്നത് പെർ ആനം. അപ്പോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒന്നുകിൽ ഇക്വേഷൻസ് ഒക്കെ എടുത്ത് ചെയ്യാം, ഓർ ഇക്വേഷൻ ഒന്നും എടുക്കാതെ നമുക്ക് ജസ്റ്റ് ലോജിക്കലി നമുക്കൊന്ന് ആലോചിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്കിവിടെ പ്രിൻസിപ്പിൾ തന്നേക്കുന്ന 2,500 ഈ 2,500 ആണ് എന്തോ ഒരു ഇൻട്രസ്റ്റിൽ അത് എത്രയായി മാറുന്നത് 3,725 എമൗണ്ട് ആയി മാറുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്തോ ഒരു റേറ്റിലാണ് അത് സംഭവിക്കുന്നത്. പക്ഷെ അത് സംഭവിക്കുന്നത് എത്ര വർഷം കൊണ്ടാണ്? 8 വർഷം കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ 2,500 ഈ ഒരു എമൗണ്ട് ആയി മാറുവാണെങ്കിൽ നമുക്കറിയാം എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെ കാണും? പ്രിൻസിപ്പിളും കാണും, സിമ്പിൾ ഇൻട്രസ്റ്റും കാണും. ഇപ്പൊ ഇവിടുത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ക്വസ്റ്റൻ ആയതുകൊണ്ട് അപ്പൊ ഈ ഒരു 2,500 എവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് അറിയാൻ വേണ്ടി ഇവിടുന്ന് ജസ്റ്റ് ഇത് രണ്ടും കൂടി ഒന്ന് തമ്മിൽ മൈനസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 2,500ഉം 3,725 കൂടി നമ്മൾ തമ്മിൽ ഒന്ന് മൈനസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വരുന്നത് 1,225 ആണ് നമുക്കവിടെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 1,225 ആണ് എന്ത്? നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ്. പക്ഷേ നമ്മുടെ ഒരു വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ല, അത് എത്ര വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്? 8 ഇയേഴ്സിലെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് അതെന്ന് പറയുന്നത്. 8 വർഷം കൊണ്ട് വന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ആ 1,225 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ ചോദിച്ചിരിക്കുന്ന ഇൻട്രസ്റ്റ് പെർ ആനം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക എഗെയിൻ നമുക്ക് ഈ ഫോർമുലയിലേക്ക് പോകേണ്ട ആവശ്യമില്ല, സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുലയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ എപ്പോഴും സിമ്പിൾ ഇൻട്രസ്റ്റ് എടുക്കുന്ന ഏതിന്റെ മേളിലാണ്? പ്രിൻസിപ്പിളുടെ മേളിലാണ്. അങ്ങനെയാണെങ്കിൽ 1,225 എന്ന് പറയുന്നതും നമ്മുടെ ഈ പറഞ്ഞ പ്രിൻസിപ്പിളിൽ നിന്ന് എടുത്തേക്കുന്ന ഒരു വാല്യൂ 8 വർഷം കൊണ്ടായ ഒരു വാല്യൂ ആണ് ഇതെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 8 വർഷത്തേക്ക് 1,225 ആണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു വർഷത്തേക്ക് എത്ര നോക്കണം. ഒരു വർഷത്തേക്ക് എത്രയാണെന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 8 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. എന്തൊരു 8 വർഷം കൊണ്ട് 1,225. ഇനി നമുക്ക് ഇത് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഒരു വർഷത്തേക്ക് എത്രയാണെന്ന് കിട്ടും. ഇനി ഇതിന്റെ പെർസെൻറ്റേജ് അറിയണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും പലിശ എടുക്കുന്നത് നമ്മുടെ പ്രിൻസിപ്പളുടെ മേളിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കിട്ടുന്ന ഈ ഒരു വർഷത്തെ ആ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ എത്രയാണ്? 2,500 എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കണം. സോ നമുക്ക് ഈ കിട്ടുന്ന വാല്യൂവിനെ 2,500 കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം എത്ര പെർസെൻറ്റേജ് ആണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്തുകൂടി ചെയ്യണം? ഇൻറ്റു 100 കൂടി ചെയ്യണം. അപ്പൊ നമുക്കത് ഓരോന്നായിട്ട് ഓരോ കാൽക്കുലേഷൻ ആയിട്ട് സെപ്പറേറ്റ് 2-3 കാൽക്കുലേഷൻ ആയിട്ട് ചെയ്യുന്നതിന് പകരം എല്ലാം കൂടി ഒറ്റ ലൈനിലങ്ങ് എടുക്കാം. അപ്പൊ 1,225 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് കിട്ടും. അപ്പൊ ആ ഇൻട്രസ്റ്റ് എടുത്തേക്കുന്ന പ്രിൻസിപ്പിളിൽ നിന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആയ 2,500 എത്ര പെർസെൻറ്റേജ് ആണ് എന്നങ്ങ് എടുത്താൽ മതി. അപ്പൊ അതിനെയാണ് നമ്മൾ ബൈ 2,500 ഇൻറ്റു 100 എന്ന് എടുത്തേക്കുന്നത്. നമുക്ക് ഇതൊന്ന് ക്യാൻസൽ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ നമുക്ക് ഇതൊന്ന് ക്യാൻസൽ ചെയ്തെടുക്കാം. സോ ആദ്യം തന്നെ ഇവിടുത്തെ 2 സീറോസും ഇവിടുത്തെ 2 സീറോസും ക്യാൻസൽ ചെയ്യാം. നമുക്ക് ഈ 25ഉം ഈ 1,225 എന്നുള്ള വാല്യൂ കൂടി ഒന്ന് ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് 122ന്റെ അകത്ത് നമുക്ക് 25 4 തവണ പോകും. ദെൻ 225ന്റെ അകത്ത് നമുക്ക് 9 ടൈംസ് പോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് 49/8 എന്ന് വരും. സോ 49/8 എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഒന്ന് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 49ന്റെ അകത്ത് 8 6 ടൈംസ് പോകും. ദെൻ നമുക്ക് 0.1, ഇപ്പോൾ 1നെ നമുക്ക് 10 എന്ന് എടുത്താൽ അതിൻ്റെ അകത്ത് ഒരു വട്ടം പോകും. പിന്നെ ബാക്കി റിമൈൻഡർ 2. ദെൻ 20 എന്ന് എടുക്കുമ്പം നമുക്ക് അതിൻ്റെ അകത്ത് 2 ടൈംസ് പോകും. പിന്നെ റിമൈൻഡർ 4. 40 എന്ന് എടുക്കുമ്പോൾ നമുക്ക് അവിടെ 8 5 ടൈംസ് പോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ എത്രയാണ് വരുന്നത്? 6.125. സോ നമ്മുടെ ആ റേറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 6.125% എന്ന് നമുക്ക് ആൻസർ വരും. 6.125. ഓപ്ഷനിലേക്ക് വരുമ്പം ഓപ്ഷൻ ബി 6.125% ആണ് നമ്മുടെ ആൻസർ. നോക്കിയേ, നമ്മളവിടെ വലിയ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുലസിലേക്ക് ഒന്നും പോയിട്ടില്ല. നമ്മൾ എമൗണ്ടിന്റെ ഒന്നും വലിയ ഫോർമുല എടുത്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് ലോജിക്കലി അതിനെ ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്ത് കമ്പയർ ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. എക്സാമ്പിൾ ഇതേപോലെ തന്നെ അപ്രോച്ച് ചെയ്യാൻ നോക്കുക. അതിന്റെ എഴുതുന്നത് മാക്സിമം കുറയ്ക്കാൻ നോക്കുക. 2-3 ഡിഫറെന്റ് കാൽക്കുലേഷൻസ് വരുന്നതിന് പകരം എല്ലാം ഒറ്റ ലൈൻ ഓഫ് കാൽക്കുലേഷനിൽ എടുക്കാൻ ശ്രമിക്കുക. നമുക്ക് ഒരുപാട് എഴുതുന്നത് കുറയും, ചെയ്യുന്ന സമയം കുറയും, നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. അടുത്തൊരു ആവറേജിന്റെ ക്വസ്റ്റൻ ആണ് നമുക്കവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. But the batting average for 27 innings of a cricket player is 47 runs. ഇപ്പോൾ ഒരു ഫുൾ 27 ഇന്നിങ്സിന്റെ ടോട്ടൽ ക്രിക്കറ്റ് പ്ലെയറുടെ ആ റൺസിന്റെ ആവറേജ് എന്ന് പറയുന്നത് 47 റൺസ് ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും?
ആ 27ന്റെ ആവറേജ് ഈ പറഞ്ഞ 47 ആണെങ്കിൽ 27 × 47 ചെയ്താൽ പോരെ ടോട്ടൽ കിട്ടാൻ വേണ്ടി. ശരി, ഇനി ഹിസ് ഹയസ്റ്റ് സ്കോർ ഇൻ ആൻ ഇന്നിങ്സ് എക്സ്ക്ലൂഡഡ് ഇന്നിങ്സ് എക്സീഡ്സ് ഹിസ് ലോവസ്റ്റ് സ്കോർ ബൈ 157 റൺസ്. ഇപ്പൊ എന്താ പറയുന്നത്, ഈ 27 ഇന്നിങ്സിലെ ഏറ്റവും ഹയസ്റ്റും ഏറ്റവും ലോവസ്റ്റ് ആ ഒരു സ്കോർ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റും ലോവസ്റ്റും തമ്മിൽ 157 റൺസിന്റെ ഡിഫറൻസ് ഉണ്ടെന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഏറ്റവും ലോവസ്റ്റ് എന്ന് പറയുന്ന എക്സ് ആണെങ്കിൽ ഏറ്റവും ഹയസ്റ്റിനെ നമുക്ക് എങ്ങനെ എടുക്കാം, എക്സ് പ്ലസ് 157 എടുക്കാം. ഏറ്റവും ലോവസ്റ്റ് ഏറ്റവും ഹയസ്റ്റും തമ്മിൽ നമുക്ക് ഈ പറയുന്ന 157ന്റെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് നമുക്ക് എക്സും ഏറ്റവും ഹയസ്റ്റ് അപ്പൊ എക്സ് പ്ലസ് 157 ആയിരിക്കും. ഇഫ് ദീസ് ടു ഇന്നിങ്സ് ആർ എക്സ്ക്ലൂഡഡ്, അപ്പൊ ഈ ഏറ്റവും കൂടുതലും ഏറ്റവും കുറവുള്ളതും രണ്ടും അങ്ങ് മാറ്റി കഴിഞ്ഞു. അപ്പൊ മൊത്തം 27 എണ്ണം ഉണ്ട്, അതിൽ നിന്ന് 2 എണ്ണം മാറ്റിയാൽ ബാക്കി 25 എണ്ണം കാണും. ദ ആവറേജ് സ്കോർ ഓഫ് ദ റിമൈനിങ് 25, നമ്മളിപ്പം പറഞ്ഞ ബാക്കി 25ന്റെ ആവറേജ് എന്ന് പറയുന്നത് 42 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ബാക്കി കൂടി ഇവിടെ തന്നെ അങ്ങ് എടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള 25 ഇന്നിങ്സിന്റെ ആവറേജ് എന്ന് പറയുന്നത് 42 ആണ്. ഓക്കെ, നമ്മളത് ഫുൾ ഒരു ലൈനിൽ തന്നെ എടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 27 × 47 എന്ന് പറയുമ്പോൾ നമ്മൾ അവിടുത്തെ ആ ഫുൾ ഗെയിമിന്റെ ടോട്ടൽ റൺസ് ആണ് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത്. ഇനി ആ ടോട്ടലിനെ നമ്മൾ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്, ഇവിടെ ക്വസ്റ്റിൽ പറഞ്ഞേക്കുന്ന അനുസരിച്ച് ഏറ്റവും ലോവസ്റ്റും ഏറ്റവും ഹയസ്റ്റും ആൻഡ് ബാക്കിയുള്ള 25 അങ്ങനെയാണ് നമ്മൾ അതിനെ എടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ ഇതൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. ആൻഡ് ചോദിച്ചിരിക്കുന്നത് എന്താ, ഫൈൻഡ് ഹിസ് ഹയസ്റ്റ് സ്കോർ ഇൻ ആൻ ഇന്നിങ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏറ്റവും ഹയസ്റ്റ് സ്കോർ എത്രയാണ് ആ ഇന്നിങ്സിലെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ എക്സ് കിട്ടിയതിന് ശേഷം അതിൻ്റെ 157 കൂടി പ്ലസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ഏറ്റവും ഹയസ്റ്റ് സ്കോർ എത്രയാണ് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. എനിക്ക് കുറച്ചും ഡിഫറെന്റ് ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റും ലോവസ്റ്റും ഒന്ന് നോക്കുവാണെങ്കിൽ, ഏറ്റവും ഹയസ്റ്റും ഏറ്റവും ലോവസ്റ്റും നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ എത്രേന്റെ വ്യത്യാസം വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ നമുക്കിവിടെ അറിയാം, ഇവിടെ മൊത്തം 27 × 47 ഉള്ളത്, പക്ഷെ ഇവിടെ 25 × 42 എന്ന് പറഞ്ഞാൽ ഇവിടെ ആ 2 എണ്ണത്തിന്റെ കുറവുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 2 എണ്ണം ആദ്യം ഇനി മാറ്റാം. ഇപ്പൊ 2 × 47 ഇനി മാറ്റാം. ഇനി പ്ലസ് ഇവിടെ ബാക്കി 27 × 47 2 എണ്ണം മാറ്റിയാൽ ബാക്കി 25 എണ്ണം ഉണ്ട്. ആ 25ന്റെ ആവറേജ് 47. പക്ഷെ ആ ലോവസ്റ്റ് ഹയസ്റ്റ് അങ്ങ് മാറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ള 25ന്റെ ആവറേജ് എത്രയാണ്, 42 ആണ്. അപ്പൊ അവിടെ ഒരു ഡീവിയേഷൻ കാണാൻ പറ്റും നിങ്ങൾക്ക് ആവറേജിൽ. അപ്പൊ എത്രയാണ് ഡീവിയേഷൻ നോക്കി കഴിഞ്ഞാൽ 5ന്റെ ഡീവിയേഷൻ ആണ് വരുന്നത്. എത്ര എണ്ണത്തിനാണ് വരുന്നത്, 25 എണ്ണത്തിന് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വന്നേക്കുന്ന ഡീവിയേഷൻ കൂടി നമ്മളൊന്ന് എടുക്കുകയാണെങ്കിൽ ആ 25 എണ്ണത്തിന് 5 എണ്ണം വെച്ച് ഡീവിയേഷൻ വരുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ആ ഹയസ്റ്റും ലോവസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ ആദ്യമേ ഉണ്ടായിരുന്ന ആവറേജും അവസാനം തന്നിരുന്ന ആവറേജിന്റെ ഡീവിയേഷൻ എടുക്കുകയാണെങ്കിൽ ഈ രീതിയിലായിരിക്കും വരുന്നത്. നമ്മൾ എന്ത് ചെയ്തു, ആ ഏറ്റവും ഹയസ്റ്റും ലോവസ്റ്റും കൂടി ചേർന്നിട്ടുള്ള വാല്യൂ ആണ് 27 × 47. അവിടെ നിന്ന് നമ്മൾ ആ 2 എണ്ണത്തിന്റെ ഇങ്ങ് മാറ്റി. അതുകൂടാതെ പിന്നെ പറഞ്ഞ 25 വന്നേക്കുന്ന ഡീവിയേഷനും നമ്മൾ ഇങ്ങനെ മാറ്റി. ബാക്കി 25 വന്നേക്കുന്ന ഡീവിയേഷൻ നമുക്ക് കാണാൻ പറ്റും 42 47, 5ന്റെ വ്യത്യാസം. എത്ര എണ്ണത്തിൽ, 25 എണ്ണത്തിൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതൊന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ 2 × 47 94ഉം 1 × 25 5 × 25 125ഉം. സോ നമ്മൾ ഈ 94ഉം 125 കൂടി നമ്മളൊന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ 219 എന്ന് വരെ 219. അപ്പൊ 219 എന്ന് പറയുന്നതാണ് നമ്മുടെ ഹയസ്റ്റും ലോവസ്റ്റിന്റെയും ടോട്ടൽ. ആൻഡ് നമ്മളിപ്പോ ഇവിടെ ഹയസ്റ്റും ലോവസ്റ്റും നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ആ ഹയസ്റ്റും ലോവസ്റ്റും ടോട്ടൽ എത്ര വരുമെന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഹയസ്റ്റ് പ്ലസ് ലോവസ്റ്റ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 157 ആണ്. അതാണ് നമുക്കിപ്പോൾ എത്രയെന്ന് കിട്ടിയേക്കുന്നത്, 219 കിട്ടിയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ ഒന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് 2x = 219 - 157 വരും. അപ്പൊ 219 നിന്ന് 157 നമ്മളൊന്ന് മൈനസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 57 60 40 43ഉം 53ഉം 63 62 എന്ന് വരും നമുക്ക്. അപ്പൊ 2x 62 ആണെങ്കിൽ നമ്മുടെ ഇവിടെ നിന്ന് എക്സിന്റെ വാല്യൂ നമുക്ക് എത്രയെന്ന് കിട്ടും, 62യുടെ പകുതി 31 എന്ന് കിട്ടും. അപ്പൊ എക്സിന്റെ വാല്യൂ 31 ആണ്. പക്ഷെ ചോദിച്ചിരിക്കുന്ന ഏറ്റവും ഹയസ്റ്റ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഹയസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എക്സ് പ്ലസ് 157 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ 157ന്റെ കൂടെ എന്തുകൂടി ആഡ് ചെയ്യണം, 31 കൂടി ആഡ് ചെയ്യണം. സോ 31 + 157 എന്ന് പറയുമ്പോൾ നമുക്കത് ആഡ് ചെയ്യുമ്പോൾ എത്ര വരും, നമുക്കത് 57ന്റെ കൂടെ 1 കൂടി പ്ലസ് ചെയ്യുമ്പോൾ 58 എന്ന് വരും. സോ ഓപ്ഷന്റെ അവസാനം 8 വരുന്നതാണ് ആൻസർ. ഓപ്ഷന്റെ അവസാനം 8 വരുന്ന ഒറ്റ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഇവിടെ 188. നമ്മൾ ഇത് ആഡ് ചെയ്താൽ നമുക്ക് ഇവിടെ 188 എന്നാണ് കിട്ടുന്നത്. നോക്കിയേ, നിങ്ങൾക്ക് ആദ്യമേ എഴുതിയത് വെച്ച് ചെയ്തു പോകാം,
ഓർ എൽസ് നിങ്ങൾക്ക് ഇങ്ങനെ ഡീവിയേഷൻ ലൈക്ക് ആവറേജിൽ വരുന്ന ഡീവിയേഷൻ കൺസിഡർ ചെയ്തിട്ട് ഈ രീതിയിൽ നിങ്ങൾക്ക് അതിനെ എടുത്തു പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് എളുപ്പം തോന്നുന്നു നിങ്ങൾക്ക് ആ മെത്തേഡ് ഫോളോ ചെയ്യാം. രണ്ടിലും ഏതാണ് നിങ്ങൾക്ക് കാൽക്കുലേഷൻ വൈസ് അല്ലെങ്കിൽ മെത്തേഡ് വൈസ് ചെയ്താൽ എളുപ്പം തോന്നുന്നത് നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്തൊരു ടൈം വർക്കിന്റെ ക്വസ്റ്റൻ ആണ്. അപ്പോൾ നമുക്ക് അവിടെ ആ ക്വസ്റ്റൻ ഒന്ന് അപ്രോച്ച് ചെയ്യാം. P and Q can complete a project in 15 days and 10 days respectively. They started doing the work together, but after 2 days, Q had to leave and P alone completed the remaining work. In how many days was the whole work completed? അപ്പോൾ നമ്മൾ യൂഷ്വലി വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് കാണുന്ന പോലത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ തന്നെയാണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ P ഒരു വർക്ക് ഒറ്റയ്ക്ക് തീർക്കാനുള്ള സമയം തന്നിട്ടുണ്ട് 15 ദിവസം, ആൻഡ് Q ഒരു വർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം 10 days ആണ്. ഇവിടെ രണ്ടുപേര് മാത്രമേ ഉള്ളൂ. അവിടെ ടൈം നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് അവിടെ വർക്ക് ഒന്ന് എടുക്കുകയാണെങ്കിൽ 15ഉം 10ഉം ഒരേപോലെ പോകുന്ന ഒരു നമ്പറാണ് 30. അപ്പോൾ നമുക്ക് അവിടെ എഫിഷ്യൻസി കൂടി നമ്മളൊന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് 2 × 15 ആണ് 30 ആൻഡ് 3 × 10 ആണ് 30. സോ ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് 5 എന്ന് വരും. ഇനി ക്വസ്റ്റനിൽ പറഞ്ഞേക്കുന്നത് നമുക്കൊന്ന് അപ്രോച്ച് ചെയ്യാം. നമുക്ക് ക്വസ്റ്റനിൽ ആക്ച്വലി ഒരു പാർഷ്യൽ വർക്കിന്റെ കൺസെപ്റ്റ് ആണ് നമുക്ക് തന്നേക്കുന്നത്. എന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും കൂടി വർക്ക് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പിയും ക്യൂയും കൂടി ഒരുമിച്ചാണ്. അപ്പോൾ അത് തന്നെയാണ് അവിടെ എഫിഷ്യൻസി എന്ന് വിചാരിച്ചോളൂ. പിയും ക്യൂവും ആണ് അവിടെ എഫിഷ്യൻസി എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അവർ രണ്ടുപേരും ആ വർക്ക് ഒരുമിച്ച് തുടങ്ങി. പക്ഷെ എത്ര ദിവസമാണ് അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്? 2 days ആണ് അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. ബിക്കോസ് 2 daysന് ശേഷം ക്യൂ പോകുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻറ്റു നമുക്ക് 2 എന്നെടുക്കാം. അപ്പോൾ അവിടെ എഫിഷ്യൻസി ഇൻറ്റു അവിടെ ടൈം എന്നാണ് നമ്മൾ എടുത്തേക്കുന്നത്. പ്ലസ് ക്യൂ പോയതിനു ശേഷം അവിടെ പിന്നെ ആര് മാത്രമേ ഉള്ളൂ? പി മാത്രമേ ഉള്ളൂ. ആൻഡ് പി ബാക്കി എത്ര ദിവസം കൊണ്ടാണ് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്? നമുക്കറിയത്തില്ല എത്ര ദിവസമാണെന്ന്. പക്ഷെ ഇവർ ടോട്ടൽ തീർക്കുന്ന വർക്ക് എത്രയാണ്? ഈ ടോട്ടൽ വർക്കായ 30 ആണ് അവർ തീർക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഈ വാല്യൂസ് ഒന്ന് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത് 5 ആണ്. സോ 5 × 2 പ്ലസ് നമ്മുടെ പിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. സോ 2 × n. സോ 2n ഈക്വൽ ടു നമുക്ക് 30 എന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഈ 2 എല്ലാം ഒന്ന് ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ 15 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഈ 5 അപ്പുറത്ത് പോയി നമ്മുടെ 15 എന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര വരും? 15 - 5 നമുക്ക് 10 എന്ന് വരും. സോ 10 days കൊണ്ടാണ് ക്യൂ പോയതിനു ശേഷം പി ബാക്കി വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്, അറിയാതെ പോയി പെട്ടെന്ന് എന്ത് ചെയ്യും? 10 അങ്ങ് മാർക്ക് ചെയ്യും. പക്ഷെ 10 ആണോ ആൻസർ? അല്ല. 10 എന്താണ്? ക്യൂ പോയതിനു ശേഷം പി ഒറ്റയ്ക്ക് ആ ഒരു റിമൈനിങ് വർക്ക് തീർത്ത അല്ലെങ്കിൽ പാർഷ്യൽ വർക്ക് തീർത്ത ടൈമാണ് 10 days. പക്ഷെ ചോദിച്ചേക്കുന്നത് അതല്ല, ഹോൾ വർക്ക് കംപ്ലീറ്റഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ ടൈം ആണ് ചോദിച്ചിരിക്കുന്നത്, മൊത്തം ഈ വർക്ക് തീരാൻ എടുത്ത സമയം. സോ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് ആദ്യമേ പിയും ക്യൂ കൂടി ഒരുമിച്ച് വർക്ക് ചെയ്ത് 2 ദിവസവും അതിനുശേഷം പി ഒറ്റയ്ക്ക് വർക്ക് ചെയ്ത് ബാക്കിയുള്ള 10 days കൂടി ചേർത്ത് മൊത്തം ആൻസർ എത്ര വരണം? 12 days എന്ന് നമുക്ക് ആൻസർ വരണം. 12 ദിവസമാണ് നമുക്ക് വരേണ്ടിയ ആൻസർ. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ? ഇപ്പം വളരെ ഫ്രീക്വന്റ് ആയിട്ട് തന്നെ നമുക്ക് എക്സാമിൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. ഈ ക്വസ്റ്റൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ വളരെ പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാം ഈ ക്വസ്റ്റൻസിനെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു രീതി കൂടി പറഞ്ഞുതരാം. നമുക്കിവിടെ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ടോട്ടൽ വർക്ക് 30 ആണെന്നറിയാം. നമുക്കിവിടെ ആരാണ് 2 ദിവസം മാത്രം വർക്ക് ചെയ്യുന്നത്? ക്യൂ ആണ് 2 ദിവസം മാത്രം വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ക്യൂ ഒരു ദിവസം എത്ര ചെയ്യും? 3 യൂണിറ്റ് വർക്കാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ക്യൂ 2 ദിവസം കൊണ്ട് എത്ര വർക്ക് ചെയ്യും? 6 യൂണിറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ 36 അങ്ങ് മൈനസ് ചെയ്യാം. അപ്പൊ ബാക്കി 24 യൂണിറ്റ് വർക്കായിരിക്കും ഉള്ളത്. ഈ 24 യൂണിറ്റ് ആര് ചെയ്തതായിരിക്കും? പി തുടക്കം തൊട്ടേ അവിടെ ഉണ്ട് ആൻഡ് പി അവസാനം വരെ അവിടെ ഉണ്ട്. ആൻഡ് നമുക്കവിടെ ചോദിച്ചിരിക്കുന്ന ഈ മൊത്തം വർക്ക് തീരെ എത്ര സമയം എടുത്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ആദ്യം തൊട്ട് അവസാനം വരെ അവിടെ ഉള്ളത് പി ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ക്യൂ 2 ദിവസം വർക്ക് ചെയ്യുന്ന മാത്രം അങ്ങ് എടുത്തങ്ങ് മാറ്റിയത്. എന്ന് പറഞ്ഞാൽ ക്യൂ ഒരു ദിവസം 3 ചെയ്യും, 2 ദിവസം കൊണ്ട് 6 ചെയ്യും. 36 മൈനസ് ചെയ്താൽ 24 ബാക്കി വരും. ഈ 24 ചെയ്ത പി ആണ് തുടക്കം തൊട്ട് അവസാനം വരെ. അങ്ങനെയാണെങ്കിൽ പി ഒരു ദിവസം എത്ര ചെയ്യും? 2 ചെയ്യും. അങ്ങനെയാണെങ്കിൽ 24 ചെയ്യാൻ പിക്ക് എത്ര ദിവസം എടുക്കും? 24/2 12. നിങ്ങൾക്ക് അത് ചുമ്മാ നോക്കി ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയും അപ്രോച്ച് ചെയ്യാം. പക്ഷെ ഒരുപാട് പേര് ക്വസ്റ്റൻ അപ്രോച്ച് ചെയ്യുന്ന ഈ ഒരു രീതി ആയതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ തന്നെ പറഞ്ഞു പോയത്. പിന്നെ ഈ മെത്തേഡ് നിങ്ങൾക്ക് ഇതിനേക്കാളും വലിയ ക്വസ്റ്റൻസ് വരുമ്പോഴും നിങ്ങൾക്ക് അവിടെ ഫോളോ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡിൽ എഴുതി പോയത്. അപ്പൊ നമുക്കിപ്പം 2 കണ്ടീഷനേ ഉള്ളൂ ഇവിടെ. പക്ഷെ 3 കണ്ടീഷൻ വരുന്ന ഒരു കേസ് വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ആൻഡ് ഫൈനലി നമുക്കൊരു ഓൾജിബ്രയുടെ ക്വസ്റ്റനിലേക്ക് നമുക്ക് പോകാം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ഇഫ് x² - 5x + 1 = 0 then the value of x⁴ + x⁴ + x² + 1/5x³ എന്നാണ് തന്നേക്കുന്നത്. കാണാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും ആക്ച്വലി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നമുക്ക് ആദ്യമേ ഈ തന്നിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷനെ നമുക്കൊന്ന് എടുക്കാം. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ഇതിനെ ഒന്ന് സിമ്പിൾ ആക്കി എടുക്കാം. സോ ഈ തന്നേക്കുന്ന ഫംഗ്ഷനിൽ നിന്ന് നമ്മൾ ഈ താഴത്തെ 5നെ ഒന്ന് മാറ്റി പുറത്തോട്ട് വെച്ചിട്ട് ബാക്കിയുള്ളതിനെ നമ്മൾ ആ x³ കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ 6x
എക്സ് പവർ 6നെ നമ്മൾ എക്സ് ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കിവിടെ എക്സ് ക്യൂബ് എന്ന് വരും. പ്ലസ് നമുക്ക് ഈ അവസാനത്തെ 1നെ എക്സ് ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1/എക്സ് ക്യൂബ് എന്ന് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആദ്യത്തതും അവസാനത്തെയും മാത്രം ഇനി എടുത്തു, ഇതും എടുത്തു. ഇനി ബാക്കിയുള്ള രണ്ടെണ്ണം എടുക്കാം. പ്ലസ് എക്സ് പവർ 4നെ എക്സ് ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെറും എക്സ് എന്ന് വരും. അതുപോലെ എക്സ് സ്ക്വയറിനെ എക്സ് ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് വരും, 1/എക്സ് എന്ന് വരും. അപ്പൊ അത് നമ്മൾ സെപ്പറേറ്റ് നോക്കിയാൽ നമുക്ക് ഒരേ പോലത്തെ ഫോമിലുള്ള രണ്ടെണ്ണത്തിനെ നമ്മൾ സെപ്പറേറ്റ് ആക്കി എടുത്തു. അപ്പോൾ നമ്മൾ ഈ 4 എടുത്തു. അപ്പൊ അതിനെ അങ്ങനെ വെച്ച് സോൾവ് ചെയ്യുന്നതിന് പകരം കുറച്ചുകൂടി എളുപ്പമാണ് നമുക്ക് ഇതിനെ ഈ രീതിയിലേക്ക് ആക്കിയിട്ട് സോൾവ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഈ ഫംഗ്ഷനെ നമുക്ക് എല്ലാ ടേംസിനെയും എക്സ് കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. നമ്മൾ ഇതിനെ എല്ലാം എക്സ് കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എക്സ് സ്ക്വയറിനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വെറും എക്സ് എന്ന് വരും. മൈനസ് ഓക്കെ, നമുക്ക് ഈ 1നെ ആദ്യം എക്സ് കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1നെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ പ്ലസ് എന്ന് എടുക്കാം. ഈ 1നെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1/എക്സ് എന്ന് വരും. നമുക്ക് ഈ -5x-നെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെറും -5 എന്ന് വരും. ആ -5 നമുക്ക് അങ്ങ് റൈസ് ഈക്വൽ ടു 0 എന്ന് വരും. പക്ഷെ ആ -5നെ നമ്മൾ അങ്ങ് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് ഈക്വൽ ടു ആ -5 അങ്ങ് +5 ആവും. സോ ഈക്വൽ ടു 5 എന്ന് വരും. അപ്പൊ നമുക്ക് x + 1/x = 5 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ദാ ഈ x + 1/xന്റെ വാല്യൂ എന്താണ്, 5 ആണ്. ഇനി എന്തുകൂടി കിട്ടിയാൽ മതി, ആ x³ + 1/x³ കൂടി കിട്ടിയാൽ മതി. അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ടും ഉണ്ട്, അത് യൂസ് ചെയ്യാം. x + 1/x = 5 ആണെങ്കിൽ x³ + 1/x³ കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് നമുക്ക് a³ - 3a ആണ്. അപ്പൊ അതിലെ a³ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ a എന്താന്ന് ചോദിച്ചാൽ ഈ 5 ആണ് a എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ 5 ഇങ്ങോട്ടൊന്ന് ഇട്ട് കൊടുത്താൽ 5ന്റെ ക്യൂബ് -3 × 5. അപ്പൊ 5ന്റെ ക്യൂബ് നമുക്കറിയാം 125 -3 × 5 എത്രയാണ്, 15 ആണ്. നമ്മൾ 125 15 ഒന്ന് മൈനസ് ചെയ്താൽ നമുക്ക് 110 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ x³ + 1/x³ വാല്യൂ 110 എന്ന് പറയുമ്പോൾ ഇതിന്റെ വാല്യൂ എത്രയാണ്, 110 ആണ്. അപ്പൊ ആ ഷോർട്ട് കട്ട് അറിയത്തില്ലാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കുക, a³ - 3a, ബിക്കോസ് എല്ലാവരും അതിനെ ഹോൾ ക്യൂബ് ഒക്കെ ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് x + 1/x അറിയാമെങ്കിൽ x³ + 1/x³ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വാല്യൂസ് ഒന്ന് ഇട്ട് കൊടുത്തൊന്ന് സോൾവ് ചെയ്തെടുത്താൽ മതി. അപ്പൊ നമുക്കൊന്ന് സോൾവ് ചെയ്തെടുക്കാം. അപ്പൊ ഇവിടുന്ന് ഈ 110ഉം ഈ 5 കൂടി നമ്മളൊന്ന് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇടയ്ക്ക് പ്ലസ് ആണുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 1/5 × 110 + 5 115 എന്ന് വരും. അപ്പൊ നമ്മൾ ഈ 5ഉം 115 കൂടി ഒന്ന് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ വരാൻ പോകുന്നത് 23 എന്ന് നമുക്ക് വരും. ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. കാണാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും നമുക്കത് വളരെ 23 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി 23 ആണ് ആൻസർ. ഓക്കെ, നമുക്കത് ക്വസ്റ്റ്യൻ കാണാൻ ഒരു ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും നമ്മൾ അതിനൊന്ന് പ്രോപ്പർ രീതിയിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളും ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അത്. സോ ഐ ഹോപ്പ് നമ്മൾ ഈ സെഷനിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നിങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതുപോലെ SSC CGLന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിന്യൂസ്ലി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾ ഈ വരായിരിക്കുന്ന എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു സീരീസ് ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുക. മാത്സ് മാത്രമല്ല ബാക്കിയുള്ള റീസണിങ്ങും ബാക്കിയുള്ള ടോപ്പിക്സും ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങളത് വരായിരിക്കുന്ന എക്സാമിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണ് ക്വസ്റ്റൻസിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് കൂടുതൽ എക്സാമിൽ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റൻസ് ചെയ്യാനും പഠിക്കാനും പ്രിപ്പയർ ചെയ്യാനും ഒക്കെ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ നല്ല രീതിയിൽ പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ ഓൾ ദി വെരി ബെസ്റ്റ് നിങ്ങളുടെ വരായിരിക്കുന്ന എക്സാംസിന് വേണ്ടി, നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് വേണ്ടി. അപ്പം വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇതിന്റെ കൂടുതൽ റിമൈനിങ് ക്വസ്റ്റൻസ് ആയിട്ട് നമുക്ക് വീണ്ടും ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ.